വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മൾ ഈ മോഡ്യൂളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷനിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങൾ മറ്റേ സെക്ഷനുകളൊക്കെ സ്പീഡിൽ പോയാലും ഈ സെക്ഷൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യണം. നമ്മൾ സ്ട്രിങ്ങൊക്കെ വെറുതെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് മാത്രം നമ്മളെ മൈൻഡിൽ നിൽക്കത്തില്ല. നമുക്ക് പല പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ടും സ്ട്രിങ്സ് ആവശ്യമുണ്ട്. സ്ട്രിങ്സിൻ്റെ മെത്തേഡ്സിനെ പറ്റി അറിയണം, സ്ട്രിങ്സ് കൈകാര്യം ചെയ്യുന്ന അറിയണം, സ്ലൈസിങ് അറിയണം. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടായിട്ട് ഞാനൊരു എക്സസൈസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ചുരുക്കിയിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. ക്വസ്റ്റ്യൻസ്, ചില ക്വസ്റ്റ്യനൊക്കെ സെൽഫ് എക്സ്പ്ലനേറ്ററിയാണ്, അപ്പോൾ അതിൽ ഞാൻ അധികം സമയം സ്പെൻഡ് ചെയ്യത്തില്ല. അപ്പം ഇതിൻ്റെ PDF നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ PDF കേട്ട് അത് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയാലേ കാര്യമുള്ളൂ. ഓക്കെ, ഞാൻ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിച്ചില്ല. സൊല്യൂഷനുണ്ട്, അത് ഒന്ന് ഡിലേഡായിട്ട് പ്രൊവൈഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തു നോക്കണം. അപ്പോൾ ആദ്യത്തെ എക്സസൈസ് നമ്മൾ പൊതുവേ ചെയ്യുന്ന, നിങ്ങൾക്ക് ഈ സിൻറ്റാക്സ് ഓർത്തിരിക്കേണ്ട കാര്യമില്ല, അതറിയാനും കൂടെ വേണ്ടിയും ഒരു റിവിഷൻ പോലെയാണ് ആദ്യത്തെ 3 ക്വസ്റ്റ്യൻസ്. അപ്പം ആ 3 ക്വസ്റ്റ്യൻസിനെ പറ്റി ഞാനൊന്നും പറയുന്നില്ല. അത് ബേസിക്കലി ആ 3 ക്വസ്റ്റ്യനും, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇൻഡെക്സിങ്ങും ഇനീഷ്യലൈസേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു റിവിഷനാണ്. വാട്ട് ഈസ് ഔട്ട്പുട്ട് എന്നാണ്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഈ പ്രോഗ്രാം പിന്നെ ജൂപ്പിറ്റർ നോട്ട്ബുക്കിൽ ടൈപ്പ് ചെയ്ത് റൺ ചെയ്യരുത്. ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിലൊരു രസമില്ല. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് തന്നെ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി ആലോചിച്ച് ഔട്ട്പുട്ട്സ് എഴുതണം. പിന്നെ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം മെത്തേഡ്സുമായിട്ട്, കുറേ മെത്തേഡ്സ് പഠിച്ചപ്പോൾ 1-2 മെത്തേഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഫൈൻഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ അപ്പറുണ്ട്, ഫൈൻഡുണ്ട്, മെത്തേഡ്സ് ഇനിയും സ്ട്രിങ്സിന് ഇനിയും ഞാൻ പറയാത്ത മെത്തേഡ്സും ഉണ്ട്. റീപ്ലേസ് ചെയ്യാൻ ഡെലിബറേറ്റായിട്ട് പറഞ്ഞില്ല, നിങ്ങൾ സ്വന്തമായിട്ട്. ഇനി അങ്ങോട്ട് ഇതിപ്പോൾ നമ്മളെ തീരെയാണ്, നിങ്ങൾ കേപ്പബിൾ ആക്കുകയാണ് സെൽഫ് സ്റ്റഡിക്കും കൂടെ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് പുസ്തകത്തിൽ നോക്കുകയും നെറ്റിൽ നോക്കുകയൊക്കെ ചെയ്ത് ഇനി പഠിക്കാനുള്ളൊരു കഴിവായിട്ടുണ്ട്. വേറെയുള്ള ആൾക്കാർ നെറ്റിൽ നോക്കി ഏതാണ് നല്ല ആൻസർ എന്നൊക്കെ കണ്ടുപിടിക്കാനും. അപ്പോൾ റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യലിലൂടെ അത് മനസ്സിലാവും. മൂന്നാമത്തെ എക്സസൈസ് ബൂളിയൻ വേരിയബിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പം ബൂളിയൻ വേരിയബിൾസും ഇന്നെന്ന് പറഞ്ഞിട്ടുള്ള കീവേഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ഇതൊന്നും കൂടെ പറയാമെന്ന് വെച്ചാൽ ബൂളിയൻ ആൾക്കാർക്ക് ചെറിയ പ്രശ്നമാണ്. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞു, എ ഇൻ ഹലോ. എ ഇൻ ഹലോ എന്ന് പറയുമ്പം ഹലോയിൽ എ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഫ്ലാഗ് 1ൻ്റെ വാല്യൂ എന്തായിരിക്കും? ഫ്ലാഗ് 1ൻ്റെ വാല്യൂ ഫോൾസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്? പ്രിൻ്റ് ടൈപ്പ് ഫ്ലാഗ് 1. ടൈപ്പ് ഫ്ലാഗ് 1 എന്ന് പറഞ്ഞാൽ കിട്ടുന്നത് പിന്നെ ഫ്ലാഗ് 1ൻ്റെ ടൈപ്പാണ്. അത് എന്താണ്? ബൂളിയനാണ്. പ്രിൻ്റ് എന്ന് പറയുമ്പോൾ ബൂൾ എന്ന് പ്രിൻ്റ് ചെയ്യപ്പെടും. പ്രിൻ്റ് ഫ്ലാഗ് 1 എന്ന് പറയുമ്പോൾ ഫ്ലാഗ് 1ൻ്റെ വാല്യൂ ആണ്. ഫ്ലാഗ് 1ൻ്റെ വാല്യൂ എന്താണ്? ഫോൾസ് ആണ്. അപ്പോൾ അതേപോലെ തന്നെ പിന്നെ ഇതും നിങ്ങൾ നോക്കുക, ഫോർ ലൂപ്പ് വെച്ച് എങ്ങനെ ഇത് ചെയ്യും എന്നുള്ള. സ്പ്ലിറ്റും ജോയിൻ്റൊക്കെ ഒരു ഇതിനേക്കാളും ഇസ് ലോവർ എന്നുള്ള മെത്തേഡിനെ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ആ 3 ക്വസ്റ്റ്യനെ പറ്റി ഇത്രയും പറഞ്ഞാൽ മതി. നിങ്ങൾ ചെയ്ത് നോക്കുക. റൈറ്റ് എ പൈത്തൺ സ്ക്രിപ്റ്റ് ടു ചെക്ക് വെദർ the string is symmetrical and palindrome. Whether the given string എന്ന് കൊടുക്കാൻ വേണമെങ്കിൽ, whether the given string is symmetrical and palindrome. അപ്പോൾ അതാണ് നമ്മൾ എത്രാമത്തെ ക്വസ്റ്റ്യൻ? 4ാമത്തെ ക്വസ്റ്റ്യൻ. അത് ഇവിടെ ഉണ്ട്. whether the given string is symmetrical and palindrome. രണ്ടും നോക്കണം. ഇപ്പോൾ ഇത് സിമെട്രിക്കൽ എന്നുള്ള പലപ്പോഴും നമുക്ക് ഇംഗ്ലീഷും പല കാര്യങ്ങളും അറിയണം. ഇപ്പോൾ ഞാൻ ഇവിടെ അടിച്ചിരിക്കുന്നല്ലോ, ഹ ഹ ഹ. ഇത് സിമ്മെട്രിക്കലാണ്. എന്തുകൊണ്ടാണ് സിമ്മെട്രിക്കൽ എന്ന് പറയാൻ കാര്യം?
ആദ്യത്തെ 4 ക്യാരക്ടേഴ്സ് തന്നെയാണ് അവസാനത്തെ 4 ക്യാരക്ടേഴ്സും. അതേസമയത്ത് അത് പാലൻഡ്രോം അല്ല. പാലൻഡ്രോം എന്ന് പറഞ്ഞാൽ എന്താണ്? 2 രീതിയിൽ വായിച്ചാലും സെയിം ആയിരിക്കും. ഇതൊരു പാലൻഡ്രോമാണ്. ഇവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ MALAYALAM. ഇവിടുന്ന് വായിക്കുമ്പോഴോ MALAYALAM. അപ്പോൾ ഇത് സിമെട്രിക്കലല്ല, പക്ഷേ പാലൻഡ്രോമാണ്. അപ്പോൾ ഇതൊന്നില്ല, നിങ്ങൾക്ക് ഇൻഡെക്സ് വെച്ച് ചെയ്യാം, സ്ലൈസിങ് വെച്ച് ചെയ്യാം, പല രീതിയിലും ചെയ്യാം. ഇത് റൈറ്റ് എ സ്ക്രിപ്റ്റ് റിവേഴ്സ് ദ വേർഡ്സ് ഓഫ് എ ഗിവൺ സ്ട്രിങ്. ഇപ്പോൾ മൈ നെയിം ഇസ് മെസ്സി എന്നാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഇതെന്ത് വേണം? ഔട്ട്പുട്ട് എന്തായിരിക്കണം? മെസ്സി ഈസ് മൈ നെയിം എന്ന് വരണം ഔട്ട്പുട്ട്. ഇത് എന്താണ്? റൈറ്റ് എ പ്രോഗ്രാം ടു റീഡ് എ സ്ട്രിങ് ആൻഡ് റീപ്ലേസ് ഇറ്റ് വിത്ത് ഒക്കറൻസ് ഓഫ് എ വിത്ത് ആംപർസാൻഡ്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്? എസ് ഡോട്ട് റീപ്ലേസ് എന്നുള്ള മെത്തേഡ് റിപ്പീറ്റഡായിട്ട് ഉപയോഗിക്കാം. എന്താണ്? എ കോമ ആംപർസാൻഡ് എന്ന് കൊടുക്കാം. ഇതൊരു ഹിൻ്റാണ്. ഈ രീതിയിലും ചെയ്യാം, വേറെ രീതിയിലും ചെയ്യാം. പല രീതിയിൽ ഒരു പ്രോഗ്രാമിനെ പല രീതിയിലും ചെയ്യാം. പല രീതിയിലും ചെയ്തു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ വൃത്തിയായിട്ട് മനസ്സിലാവും. റൈറ്റ് എ പ്രോഗ്രാം ടു റീഡ് എ സ്ട്രിങ് ആൻഡ് റിമൂവ് ഓൾ വൈറ്റ് സ്പേസസ്. ഇതിനെയാണ് വൈറ്റ് സ്പേസ് എന്ന് പറയുന്നത്. ബ്ലാങ്ക്, /t, /n ഇവയൊക്കെയാണ് നമ്മൾ വൈറ്റ് സ്പേസ് എന്ന് പറയുന്നത്. അതൊക്കെ റിമൂവ് ചെയ്യണം. ഹലോ ഹൗ ആർ യു ആനന്ദിനെ ഈ രീതിയിലാക്കി മാറ്റണം. അതിനും സ്പ്ലിറ്റും അതിനൊരു ഹിൻറ്റ് വേണമെങ്കിൽ ഞാനിവിടെ പറയാം. പല രീതിയിൽ ചെയ്യാം. ഹിൻറ്റ് എന്താണ്? സ്പ്ലിറ്റും ജോയിനൊക്കെ ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ അത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ സ്പ്ലിറ്റും ജോയിനൊക്കെ ഒന്ന് നോക്കുക. സ്പ്ലിറ്റും ജോയിൻ്റെയൊക്കെ സിൻറ്റാക്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒരു തുടക്കത്തിലൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഔട്ട്പുട്ട് എന്താണെന്ന് ചോദിച്ചിട്ട് എട്ടാമത്തെ ക്വസ്റ്റ്യനും റീപ്ലേസ് വെച്ചും ചെയ്യാം. സ്പ്ലിറ്റും 9 ഏകദേശം അതേപോലെ തന്നെയാണ്. ഇത് കുറച്ചൊരു ഇതുണ്ട്. ഇത് 2 പ്രാവശ്യമായിട്ട് റീപ്ലേസ് ചെയ്ത് ചെയ്യാം. നിങ്ങളെങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ നോക്കട്ടെ. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് സോൾവ് ചെയ്ത് ആൻസർ നമ്മുടെ പോർട്ടലിൽ സബ്മിറ്റ് ചെയ്യുക. നിർബന്ധമായിട്ടും ചെയ്യണം. സോ വിഷ് യു ഗുഡ് ലക്ക്. സൊല്യൂഷൻ ഞാൻ ഉടൻ പ്രൊവൈഡ് ചെയ്യത്തില്ല, കോഴ്സ് കഴിയുമ്പോൾ പ്രൊവൈഡ് ചെയ്യുക. അല്ല, സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നോക്കാനുള്ളൊരു ടെംപ്റ്റേഷൻ ഉണ്ടാകും. താങ്ക് യു. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് കൂടുതൽ പൈത്തനെ പറ്റിയിട്ട് ഇനിയിപ്പോൾ നിങ്ങളിപ്പം കോഴ്സ് തീരാറായി, നിങ്ങൾക്ക് സ്വന്തമായിട്ട് പല കാര്യങ്ങളും നോക്കി കണ്ടു പഠിക്കേണ്ടിയിരിക്കുന്നു. ഈ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ആ ലിങ്കിൽ പോയാൽ ആ ലിങ്ക് ഞാൻ കാണിക്കാം. പല കാര്യങ്ങളുമുണ്ട് ആ ലിങ്കിൽ, ഒന്ന് നോക്കുക. പിന്നെ റീപ്ലേസ് സാധാരണ എല്ലാവരും ചെയ്യുന്നത്, നമ്മളിപ്പം സ്ട്രിങ്ങിനെ പറ്റി അറിയണം, റീപ്ലേസിനെ പറ്റി അറിയണം. അപ്പോൾ ഇങ്ങനെ ഒരു സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സെർച്ച് ചെയ്ത് ഇവിടെ പോവുക. ഗീക്സ് ഫോർ ഗീക്സ്, അതും നല്ലൊരു സൈറ്റാണ്. അവിടെ പോയി കഴിഞ്ഞാൽ റീപ്ലേസിനെ പറ്റിയിട്ട് പല കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പൈത്തൺ സ്ട്രിങ് റീപ്ലേസ്, അതിൻ്റെ സ്ട്രിങ് റീപ്ലേസ് ഓൾഡ് ന്യൂ, അങ്ങനെ. അപ്പോൾ ഇതൊന്ന് വായിച്ചു നോക്കുക. So that's all. Thank you.